Everybody get ready for the shot. Lights. Junior, little more strong. Sound. Running. One by one, take one. Action. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യം. മുഖത്ത് ഇത്ര അഹങ്കാരം വേണ്ട. പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ നല്ല വിനയം വേണം. ഓക്കെ ഓക്കെ സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ Cut, സഹോദരന്മാർ please. Mister, don't try to be a joker. വിനയം കോരി ഒഴിക്കണ്ട. You say the lines pleasingly. That's all. പഠിച്ചു പോറല്ലേ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാക്കി. പിന്നീട് വന്ന മഹാരഥന്മാർ ചലച്ചിത്രത്തിന് പുതിയ പുതിയ ഭാഷ്യങ്ങൾ ചമച്ചു, വ്യാകരണം കണ്ടെത്തി. സിനിമാ കൊട്ടകയിൽ ചിരിയുടെ ഹർഷാരവങ്ങൾ ഉയർന്നു. പ്രേക്ഷകർ അവരുടെ തന്നെ നൊമ്പരമായി അനുഭവിച്ചറിഞ്ഞു. ജീവിത ദുരിതങ്ങൾക്കൊരു സാന്ത്വനമായി, ഒരു മനുഷ്യ മഹാഗാഥയായി സിനിമ മാറുകയായിരുന്നു. തെന്നിന്ത്യൻ സിനിമയുടെ ഈറ്റില്ലമായത് മദുരാശി പട്ടണമായി. സിനിമ ഒരു മോഹമായി നെഞ്ചിലേറ്റിയ നിരവധി ആളുകൾ മദുരാശി. ഈ സിനിമാ നഗരത്തിൽ പല ടൈം ഞാൻ பார்த்துக்கிறோம் ചെന്നൈ ചിറകുകളിൽ വീണവരും 2005 അഞ്ചാം ക്ലാസ് ഫസ്റ്റ് വരെ മാത്രം നമ്മളറിയും. കണ്ണീരും കിനാവുമായി അലറി. ഈ കഥയിലെ നായകൻ ഉദയഭാനു 12 വർഷങ്ങളായി മദുരാശിയിലെത്തിയിട്ട് സഹസംവിധായകനാണ്. സ്വതന്ത്ര സംവിധായകനാകാനുള്ള പരിശ്രമത്തിലാണ് അയാൾ. സിനിമ അയാൾക്ക് മോഹമല്ല. ആദ്യ സിനിമയുടെ തിരക്കഥയെഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഓം സത്യജിത്രായേ നമഃ, സ്പീൽബർഗായ നമഃ, പ്രിയദർശനായ നമഃ, ഉറസോവ അരവിന്ദ சாப்ளினாய நமஹா. பாத்தியா அமேசான்ல எவ்வளவு விலை போட்டுருந்தது? அப்படி எவ்வளோ? 5000 ரூபாய்க்கு போட்டு. அடா இப்போ ஹீரோ பெண்ணா இங்க இல்ல .com. ரைட்டர்ஸ் ബ്ലോക്കാ. അനുഷയും രവിയും പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടുമുട്ടാം. ആകസ്മികം. റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ 5 ലക്ഷം രൂപ കെട്ടിവെക്കും. അതിന് നിർമ്മാതാവ് തയ്യാറല്ലെങ്കിൽ തയ്യാറുള്ളവന് വേണ്ടി പടം ചെയ്താൽ മതി. എന്തായാലും അനുഷയുടെ ഡയലോഗ് ആറ്റിക്കുറുക്കിയതായിരിക്കും. ഞാൻ ക്ഷണിക്കുന്നു. മീനാൻ പോട്ടിരിക്കുന്നത് പറ്റില്ല. വൃത്തികെട്ട ഡയലോഗ്. യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കും? കാറും കോടും നിറഞ്ഞ മണ്ണാങ്കട്ട. സംഗതി സിമ്പിൾ ആയിരിക്കണം. നോക്കു രവിയും വേണ്ട. ഒരുമാതിരി സീറ്റ് ഒളിച്ചോടുന്നവളെ യാത്ര അയക്കാൻ വന്നതാണ്. ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ ബലത്തിൽ നിനക്ക് ഇവിടെ വന്ന് നിൽക്കാം. ഇവിടെ വരെ മാത്രം. നമ്മൾ അടുത്ത് നിൽക്കുകയാണെന്ന് കാണുന്നവർക്ക് തോന്നും. പക്ഷെ എത്ര അകലത്താണെന്ന് നമുക്കല്ലേ അറിയൂ. കൊള്ളാം. ഈ നഗരത്തിലേക്ക് സിനിമ നിറഞ്ഞു നിൽക്കുന്നു. ഫിലിം സ്റ്റുഡിയോയിലേക്കുള്ള യാത്രയാണ്. മധുമതിയെ തന്റെ ഗുരുവായ സംവിധായകന് പരിചയപ്പെടുത്തിയത് ആദ്യ ചിത്രം തന്നെ വൻ വിജയമായി. മധുമതി ஹீரோயினா கேஸ்ட் பண்றது மீனா எஸ் மீனாவா? ഈ നിറവും രൂപവുമാണോ சண்டே ஹாலிடே மாதிரி பண்ணுகிறது இல்ல? വലിയ ആരോഗ്യവും സൗന്ദര്യവും എന്നിട്ടും സൂപ്പർ സ്റ്റാറായി. ഈശ്വര. தமிழ்நாடே பத்தியும் போட்டவங்களை எல்லாம் ஏவிஎம்ல தள்ளிடுங்க. தெலுங்கு படம் கம்பெனி மீட்டிங் சீன். மத்தவங்களை எல்லாம் சிவாஜி கார்டன். இன்னைக்கு எங்க ஷூட்டிங்? நிறைய இடத்துல இருக்கப்பா. என்ன வரையா? டயலாக் ஏதாவது கிடக்குமா? இல்லப்பா, பட்டாளத்துக்காரர் நிறைய தேவை இருக்கு. இந்தியா பாகிஸ்தான் வார் சீன், யூனிஃபார்ம், துப்பாக்கி எல்லாமே அங்க கிடைக்கும். மத்தியானம் சாப்பாடு, சாயங்காலம் டிஃபன் 100 ரூபாய். என்ன வரையா? டயலாக் இல்லைன்னா ஐயா, டிஷன் சுட்டுட்டு இருக்கும்போது யாரப்பா டயலாக் பேசுறது? ஆமா, அது கரெக்ட். നേരത്തെ കണ്ടിരുന്നെങ്കിലേ നല്ല ഇടിയും കിട്ടിയനെ. എന്നിട്ടൊന്നുമില്ല, വാടക കൊടുക്കാത്തതിന് ആ തോമസ് അവനത് വേണം. കഴിഞ്ഞ ആഴ്ച തന്നില്ല. சுத்தமா கேட்கல. അയാള് വേറെ പൂട്ടിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലേ അവൻ മരണം. ஆமாடா, இது ஒண்ணு இருக்குடா. മനസ്സിലായ? ക്ലൈമാക്സ് കിട്ടി. ഉഗ്ര ക്ലൈമാക്സ് കിട്ടി. ക്ലൈമാക്സ് കളിച്ചാ ക്ലൈമാക്സ് കളിച്ചാ. ഭാസ്കരേട്ടാ, എന്താ ഭാസ്കരേട്ടാ? ഭാസ്കരേട്ടാ, ക്ലൈമാക്സ് കിട്ടി.
ആരും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ്, മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത ക്ലൈമാക്സ്. 10 ദിവസമാണ് നല്ലൊരു இவர் climax. எதுக்கு தமிழ் படம் எடுக்க போறாரா இல்லை மலையாள படம் எடுக்க போறாரா? சினிமா മലയാള പടത്തിൽ ഇങ്ങനെ ക്ലൈമാക്സ് എന്തിലുണ്ടാ? ഭാസ്കരേട്ടാ, അതാണ് ഒളിച്ചോടേണ്ടി വന്ന അതേ നാട്ടിലേക്ക് രണ്ടും കൽപ്പിച്ച് രവി തിരിച്ചെത്തുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി രവി സ്റ്റേഷന്റെ വെളിയിലേക്ക് വരികയാണ്. അപ്പോഴവിടെ നിൽക്കുകയാണ് നമ്മുടെ ഇല്ലില്ല ക്ലൈമാക്സ് ഞാൻ പറയില്ല. പടം കാണുമ്പോൾ ഭാസ്കരേട്ടന്റെ ത്രില്ല് നഷ്ടപ്പെടും. തിരുത്തരുത്. இதுதான் பிருத்திவிராஜ் நடிச்சிருக்காரு தமிழ்ல. இதான் சொல்லலாம். മുറിക്കകത്ത് എപ്പോഴും ഒച്ചയുമാണല്ലേ. ഇടയ്ക്ക് കഥ കൊണ്ട് പുറത്തുപോയി ശൂന്യതയിലേക്ക് നോക്കി പിച്ചും പേയുമ്പോൾ പിന്നെ അകത്തേക്കോളൂ. ആകെ കൂടി ഒരു തൂങ്ങിച്ചാകാൻ പോകുന്നുണ്ട് മൊട്ടം. ഇത്രയും വലിയ മരണപ്രാണമാണോ ഈ സിനിമ കഥ എഴുത്ത്? ഞാനിതുവരെ എന്നാലും എഴുതി നോക്ക്. ഉദയന്റെ പടത്തിൽ തനിക്ക് ഒരു വേഷം കിട്ടുമോ? ഓ, നമുക്കതിന് വലിയ സ്റ്റാർ വാല്യൂ ഒന്നുമില്ല. അതറിയാമെങ്കിൽ പിന്നെ താൻ എന്തിനാണ് മദ്രാശി കിടന്ന് കിടക്കുന്നത്? കുറേ കാലമായില്ലേ നാട്ടിൽ പോയി ഭാര്യയുടെയും പിള്ളേരുടെ കൂടെ കഴിഞ്ഞൂടെ? നിങ്ങളിവിടെ കുറെ കാലമായില്ലേ ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ ജീവിക്കാൻ തുടങ്ങി. ഇനി അവർക്ക് സൗകര്യം കിട്ടാനായിട്ട് വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയിക്കൂടെ? വെറുതെ അല്ല നന്നാവാത്തത്. இதுல வந்தவங்க அப்படியே தராம போகுது. ഒരാള് അയ്യോ, ഇതെന്താ ബംഗ്ലാദേശുകാരെ പോലെ പെട്ടിയും പുല്ലുവായൊക്കെ ആയിട്ട്? നുണ പറയുന്നില്ല. വാടക പ്രശ്നത്തിൽ ഹൗസ് ഓണർ ഇറക്കി വിട്ടു. തന്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എന്റെ ഭാഗ്യം. എന്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എന്റെ ഭാഗ്യം. ഇവിടെ കയറി താമസിക്കാനുള്ള പരിപാടിയാണ്. അല്ല പിന്നെ ഈ പെട്ടിയും പായും എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ ഉദയ? ആ കളി വേണ്ട. സൂചി കയറ്റാൻ സ്ഥലം തന്നാ അതിലൂടെ ഒലക്ക കയറ്റാൻ ശ്രമിക്കുന്ന ആളാ താൻ. ഞാനെല്ലാം മറന്നു എന്നാ തന്റെ വിചാരം? 6 മാസം മുമ്പ് മറ്റൊരു ഹൗസ് ഓണർ തന്നെ ഇറക്കി വിട്ടപ്പോ ഞാൻ തനിക്ക് ഇവിടെ അഭയം തന്നു. എന്നിട്ട് താൻ എന്താ കാണിച്ചത്? പുതിയ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയപ്പോൾ നാട്ടിൽ നിന്ന് വന്ന അവിടെ തന്നെ താമസിപ്പിച്ചു. അവരുടെ നിന്ന് വാടകയും വാങ്ങി. സമ്മതിക്കുന്നു, മേലിൽ ആവർത്തിക്കില്ല. പോരെ. ഞാൻ തന്നെ ഒരു തവണ കൂടെ സഹിക്കാം. പക്ഷെ ഒന്നറിയണം, താൻ എന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കും. അത് ഉദയ, നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറണമെങ്കിൽ ഒരു 5000 രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കണമല്ലോ. അല്ല, സിനിമയിൽ നല്ലൊരു വേഷം കിട്ടിയാൽ അത് കൊടുക്കാവുന്നത്. ഏത് സിനിമയില് പലരോട് ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. തനിക്ക് നല്ലൊരു വേഷം കിട്ടുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരു വേഷം. പുതിയ പിന്നല്ലാതെ ഇവിടെ താൻ പണ്ടേതോ സ്കൂൾ നാടകങ്ങളിൽ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും വേഷം കെട്ടി ബെസ്റ്റ് ആക്ടറായെന്ന് കരുതി. അതാണോ സിനിമ? Acting is what we act. It is behavior. இது டயலாக் மாதிரி ரீல்ஸ்ல பாத்துறோம். ഉദയൻ സാറ് മധുമതിയമ്മ സിനിമയിൽ ഓടിപ്പോയി. ആരുടമ്മ? ആരുടെ അമ്മയല്ല, മധുമതിയമ്മ. സാറിന് എന്നെ മനസ്സിലായില്ലേ? പ്രൊഡക്ഷൻ മാനേജർ വിജയൻ വർക്കല, ഡയറക്ടർ KP നാണപ്പന്റെ സെറ്റിൽ നിന്ന് വരുന്നതാ. ഒരു അത്യാവശ്യ കാര്യം. നാണപ്പൻ സാറ് സാങ് എടുത്തോണ്ട് നിൽക്കുകയായിരുന്നു. മധുമതിയമ്മ പാടുന്നതായിട്ടാണ് സാങ്. மீனாவோட இது யூஸ் பண்ணிக்கலாம்ல இன்ஃப்ளூயன்സർ. കൂരി എറിഞ്ഞ ചാളുകാറി കയറി പോയി. ഫുൾ യൂണിറ്റ് അതേപടി നിൽക്കുക. എന്തോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞാൽ അവർ തിരിച്ച് സെറ്റിലെത്തിക്കോളുമെന്ന് നാണപ്പൻ സാറ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം തെറ്റാണ്. വിജയ് മർക്കല സാറ് തൽക്കാലം പോ. അയ്യോ എന്റെ പൊന്നു ഉദയൻ സാറ്, ഇന്ന് സാങ് എടുത്തില്ലെങ്കിൽ പടയ്ക്ക് ഭാര്യയുടെ മാലയും വളി പണയും വെച്ചിട്ടാ. അത് സാരമില്ല, പ്രൊഡ്യൂസറുടെ സ്വന്തം ഭാര്യ തന്നെ. സാറേ, തന്നെപ്പോലുള്ള ആളുകളില്ലടോ ഇൻഡസ്ട്രി മുഴുവൻ പറഞ്ഞു വരുത്തിയത്. ഞാനും മധുമതിയും തമ്മിൽ എന്തൊക്കെയുണ്ടെന്ന് ഭാര്യക്കാരും ഗോസിപ്പുകൾ എഴുതിവിടുക. അതൊന്നുകൂടെ ഉറപ്പിക്കാനായിരിക്കും നാണപ്പ സാർ തന്നെ ഇങ്ങോട്ട് വിട്ടു. അയ്യോ, നാണപ്പൻ സാറ് തങ്കപ്പെട്ട മനുഷ്യനാ. അങ്ങനെ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു പ്രൊഡ്യൂസറെ കണ്ണീരിന്റെ വില അറിയാവുന്നവനാ ഉദയൻ സാർ. സാറ് കമന്റേറ്റാണല്ലോ മധുമതിയമ്മ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സാറ് പറഞ്ഞ മധുമതിയമ്മ കേൾക്കും. മധുമതി ഇപ്പൊ എവിടെ ഉള്ളത്? ഒരു പിടിയില്ല. പക്ഷെ സെൽഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആരുടെയും നമ്പർ കണ്ടാൽ സാറിന്റെ സെല്ലിൽ നിന്ന് വിളിച്ച് ഉറപ്പായിട്ട് എടുക്കും. ശരി, ഞാൻ നോക്കട്ടെ. താൻ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് എന്നെ വിളിക്കും. ഭാസ്കരേട്ടനെ വണ്ടി എടുത്ത് വന്നു. എന്ത് കാരണമായാലും പകുതിക്ക് വെച്ച് സെറ്റിൽ നിന്ന് ഇറങ്ങി വന്നത് ഒട്ട് ശരിയാണ്. ഷൂട്ടിംഗ് മുടങ്ങിയാൽ ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഓർക്കണം. പത്രക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഓരോ സെക്കൻഡും വില പിടിച്ചാണ് സംസാരിച്ച നേരങ്ങളെ സെറ്റിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ അത്ര ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യാണെന്ന് അറിയില്ലേ മധു? എന്റെ ഫീലിംഗ്സ് ഉദയത്തിന് പ്രശ്നമില്ലെന്നാണോ? മനുഷ്യന്റെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യാത്ത ഏതെങ്കിലും ഒരു സിനിമ ഈ സംവിധായകൻ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഒന്നും നോക്കാതെ കിട്ടി നിർത്തുന്നൊക്കെ അവർ അഡ്വാൻസ് വാങ്ങുക. സിനിമയ്ക്ക് വേണ്ടി പുലികളെയും പാമ്പുകളെയും ഒക്കെ വാടകയ്ക്ക് കിട്ടുമല്ലോ. അവയൊന്നും കഥയും ചോദിക്കില്ല, സംവിധായകൻ ആരെന്ന് അന്വേഷിക്കുകയില്ല. കഥ കേട്ട് ഇഷ്ടമായെങ്കിൽ അഭിനയിക്കൂ എന്ന് പറയാമായിരുന്നില്ലേ? 100 വട്ടം പറഞ്ഞു. ആര് കേൾക്കാൻ? ഡയറക്ടർ എന്റെ ചേട്ടന് കഥ പറഞ്ഞു കൊടുത്തത്രേ. ഗംഭീരമാണ്, സിനിമയിൽ ഇന്ന് വരെ വരാത്ത കഥയാണ് എന്നൊക്കെയാ പറഞ്ഞത്. ആളുകൾ പോകാനിടയുള്ള ഒരു സീൻ അഭിനയിക്കേണ്ടി വന്നു. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഒരു തീരുമാനം. എന്റെ നമ്പർ കണ്ട ഫോൺ എടുക്കില്ലല്ലോ. തിരിച്ചു വന്നപ്പോ മിസ്ഡ് കോൾസ് നോക്കിയില്ല. കേൾക്കുന്നയാൾക്ക് വിശ്വാസം തോന്നുന്ന രീതിയിൽ നുണ പറയാൻ അങ്ങനെ പറയരുത്. മധുവിന്റെ ഫോൺ വരുമ്പോ എടുക്കാറില്ല. മുറിയിൽ ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനും പേരും പ്രശസ്തിയുമുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ആ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അപ്പൊ എന്നെ അകറ്റി നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതാണോ അതിന്റെ അർത്ഥം? എന്റെ പേരിലും പ്രശസ്തിയിലും ഉദയത്തിന് ഒരു പങ്കുമില്ലേ? ആയിരുന്നെങ്കിൽ
എനിക്ക് എന്തുകൊണ്ട് ആ പ്രശസ്തിയും പേരും നേടാൻ കഴിയുന്നില്ല? എൻ്റെ ഗുരുവിൻ്റെ ചിത്രത്തിലേക്ക് മധുവിനെ ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നില്ലെങ്കിലും മധു സിനിമയിൽ വരുമായിരുന്നു. ബിക്കോസ് യു ആർ ബോൺ ഫോർ ദാറ്റ്. അതുകൊണ്ട് തന്നെ ഞാനിത് അവസാനിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛനും ദിനേശേട്ടനും ചന്തയിൽ വിലപേശുമ്പോൾ அவங்களா இப்போ இவர் ஸ்டோரி எழுதுவாரா? നിർമ്മാതാക്കളോട് കടിപിടി കൂടുകയാണ്. ബെഗേഴ്സ് കാൺട് ബി ചൂസേഴ്സ്. അവള് സെറ്റിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ താനല്ലേ തടയേണ്ടത്? ഫോൺ എടുത്തോ, എന്നിട്ട് ആ പ്രൊഡ്യൂസർ തരും താൻ കേട്ടോ. ഞങ്ങൾ ആരും ഇവിടെന്ന് പറഞ്ഞേക്ക്. പുറത്ത് പോയി കളിക്കണം. അത് കൊള്ളാം. പെങ്ങളോടുള്ള ദേഷ്യം പിള്ളേരോടാ കാണിക്കുന്നത്. ബാബുവും ഭാമയും വന്നത് നമ്മൾ ഒരുമിച്ച് ഡാൻസ് പ്രോഗ്രാമിന് പോകുന്നു പറഞ്ഞിട്ടാ. എന്റെ കാഞ്ചനെ, നീ എനിക്ക് കുറച്ച് സ്വൈര്യം എന്താ? അഡ്വാൻസ് എണ്ണി വാങ്ങിച്ചത് ഞാനാ, മറുപടി പറയേണ്ടത് ഞാനാ. അവള് വരുന്നുണ്ട്. ദിനേശ, നീ എടുത്തു ചാടി ഒന്നും പറയും പ്രവർത്തിക്കേണ്ട. വല്ലതും இதுதான் ஸ்டோரி கேட்டு ஓகே பண்ணுதா? അതുകൊണ്ട് അവളെ പേടിച്ച് ഞാൻ മിണ്ടാൻ നടക്കണം. வந்துரு நிறைய ஊர்ல வந்துரு. സിപിയു ഓൺ பண்ணு. ആണില്ല എന്തിരുന്നു. എല്ലാവർക്കും കിട്ടുന്നതല്ല ഈ ഭാഗ്യം, ഈ ദൈവാനുഗ്രഹം. നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അതില്ലാതാക്കരുതെന്ന് എനിക്ക് പറയാറുണ്ട്. ഷൂട്ടിംഗ് മുടങ്ങിപ്പോയാലുള്ള നഷ്ടം ആര് കൊടുക്കും? പണം വാങ്ങിച്ചത് ആരാന്ന് വെച്ചാൽ അവര് തിരിച്ചു വിളിക്കും. നീ ആരാന്ന നിന്റെ വിചാരം? സോഫിയ ലോറൻ, എലിസബത്ത് ടൈലറോ? മലയാളത്തിൽ ഒരു വർഷം 60 പടം ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ 55 ചവറുകളായിരിക്കും. നിന്നെ പോലുള്ളവർ തന്നെ അതിൽ അഭിനയിക്കുന്നത്. നീ മാത്രം ഒരു വലിയ കലാകാരി. 5 വർഷത്തേക്ക് നല്ല പടമൊന്നും നിനക്ക് കിട്ടിയില്ലല്ലോ. മറ്റോ നിനക്ക് ചെലവിൽ ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ട് നീ നേരെ അവനെ കാണിലടി പോയത്. അവൻ ആരാ? നിന്റെ തന്തയോ? അച്ഛൻ മിണ്ടാതിരിക്കും. ഞാൻ ഉദയേട്ടനെ കണ്ടത്. 2 കാര്യത്തിലുള്ള തീരുമാനം ഇന്ന് അറിയണം, ഇപ്പൊ അറിയണം. പിന്നെ ഉദയേട്ടന്റെ കാര്യം അത് ഒറ്റ വാക്കിൽ പറയാവുന്ന കാര്യമല്ലാത്തതുകൊണ്ട് കുറച്ച് വിശദീകരിക്കണം. എന്നെ സിനിമയിൽ കൊണ്ടുവന്ന ആളെന്ന നിലയ്ക്കല്ല, ഹൃദയമുള്ള ഒരാളെന്ന നിലയ്ക്ക്, കഴിവുള്ള സ്നേഹവും ബഹുമാനം ഒക്കെ ഉണ്ട്. അച്ഛന് മനസ്സിലായോ? അവൻ പറഞ്ഞ ഇവൾ അവന്റെ കൂടെ അങ്ങ് പോകുന്നു. അവൻ എന്നെക്കാളും പ്രായമുള്ളവരെന്ന് അറിയോ നിനക്ക്? തിരിച്ചുള്ള മാനസിക വളർച്ച ഉദയേട്ടനുണ്ട്. വേണ്ട, തെറ്റുപറ്റിയത് എനിക്കാണ്. 2 മക്കളെയും തുല്യമായി കാണുന്നതിന് പകരം എന്റെ വരുമാനത്തിന്റെ 3/4 പങ്കും ഞാൻ ചെലവഴിച്ചത് ഇവർക്ക് വേണ്ടിയാണ്. അതിന്റെ 100 ഇരട്ടിയെങ്കിലും ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇനി എന്നെ വെറുതെ വിട്ടൂടെ? ഉഗ്രനോട് ക്ലൈമാക്സ് കിട്ടുന്നു. ഉഗ്രനാണോ എന്നൊക്കെ ഓഡിയൻസ് അല്ലേ തീരുമാനിക്കുന്ന റഫീക്ക്. എന്നാലും ഉഗ്രനൊരു കണക്കൂട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാ ഷൂട്ടിംഗ് തുടങ്ങണേ? മീനാ വെച്ച് അഴകാ പുച്ചില്ല പ്രൊഡ്യൂസർ. ദൂരം നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിനെ പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ. പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ചെറുക്കം വന്ന് പെണ്ണിനെ താണും ചെരിഞ്ഞു നോക്കുന്നു. ഇഷ്ടപ്പെട്ടാലേ കല്യാണം നടക്കും. ഇഷ്ടപ്പെടും ഉദയ. അന്ധകൂപത്തിൽ കിടക്കുന്ന മലയാള സിനിമയെ കരകയറ്റാൻ ഉദയനെ പോലുള്ളവർ വന്നേ പറ്റൂ. അന്ധകൂപം എന്ന് പറഞ്ഞപ്പോഴേക്കും അറിഞ്ഞു, GK നായരുടെ അടുത്ത പടത്തിൽ ഞാനാ സെക്കൻഡ് ഹീറോ. 2 ഫൈറ്റ്, 1 പാട്ട്. സീനുകളും സംഭാഷണമൊന്നുമില്ല. അല്ല, സീനിന് പുറമേയുള്ള കാര്യമാണ് പറഞ്ഞത്. ഇറക്കി വിടാതിരിക്കാൻ പറ്റുന്നത്. അല്ല, എപ്പോഴാ ഷൂട്ടിംഗ്? അതാണ് പ്രശ്നം. 2 മാസം കഴിയും. ഉദയന്റെ പടത്തിൽ നായകനായിട്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അത് മിക്കവാറും പ്രസാദ് ചന്ദ്രനായിരിക്കും. നായിക പിന്നെ എന്തായാലും മധുമതി തന്നെ ആയിരിക്കുമല്ലോ. അതെ ഉദയ, ഞാൻ വേറെ തമിഴ് പടം എടുக்க போறாங்களா മലയാള പടം എടുக்க போறாங்களா? പരിചയമുണ്ട്. അങ്ങനെ മാർക്കറ്റും പരിചയമുള്ള വേറെ ആരും മലയാളത്തിൽ ഇന്നിപ്പോ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ഹീറോയിൻ ആരാന്ന് ചോദിച്ചാ സുഹൃത്തുക്കളെ എന്നെ ഇങ്ങനെ ഗോസിപ്പ് പഠിച്ചിറക്കിയ ഈ ക്ലൈമാക്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാ 5 മിനിറ്റ് ഈ ക്യാമറയുമായിട്ട് അങ്ങ് ഇറങ്ങും. പല ലൊക്കേഷൻസും വിഷ്വൽസും ഒക്കെ ഷൂട്ട് ചെയ്യും. കോമ്പസിഷനും ആംഗിൾസും ഒക്കെ മനസ്സിൽ ഫിക്സ് ചെയ്യാം. ഉദയഭാനുവിന് ഒരു കാമുകയേ ഉള്ളൂ, സിനിമ. ഒരു ഭാര്യയേ ഉള്ളൂ. പക്ഷേ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവളെ കേട്ട് സുഖമായിട്ട് ജീവിച്ചേനെ. താരമായില്ലെങ്കിലും താരത്തിന്റെ ഭർത്താവാകാലോ. പോയി അവളെ കെട്ടടോ. എടോ പോയി കെട്ടാൻ. നോക്കുമ്പോ രാജപ്പ വേണ്ട. ഞങ്ങൾക്ക് വേഷങ്ങൾ കാണുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ റഫീക്ക്, ആദ്യം ഒരു പ്രൊഡ്യൂസർ വരട്ടെ. ഞാൻ നേവിയം വരെ പോവാ. 5 കൂടി ചെറിയ വേഷങ്ങളുണ്ട്. ആ ശരി, വൈകുന്നേരം കേട്ടോ? കേട്ടു. എന്ത് ചോദിക്കുന്നു എന്ന് ചോദിക്കാത്തത്? പലരും ചോദിക്കുന്നുണ്ടല്ലോ. ഉദയഭാനു ആത്മസുഹൃത്തല്ലേ, അവന്റെ ആദ്യ പടം താനാണോ നായകൻ എന്നാ പലരും ചോദിക്കുന്നു. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. പ്രസാദ് ചന്ദ്രനേക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും.
അങ്ങനെ കൂടുതലായിട്ട് അഭിനയിക്കുന്ന ആളെ എനിക്ക് വേണ്ട. ഇതിന്റെ കൂടുതൽ അഭിനയം ആ നാട്ടുകാരാന്നുള്ള പടം ഞാൻ കണ്ടു. ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ട പെങ്ങളെ നോക്കി ഇങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ആ പടത്തിൽ 5-6 സീൻ ഉണ്ടായിരുന്നത്. ഡയറക്ടർ ഞാനതൊന്നും അറിയുന്നില്ലെന്നാണ് അതിന്റെ വിചാരം. ഇവിടെ അഭിനയം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു ആർട്ട് ഓപ്പറേഷൻ. താൻ പറയുന്നത് വള്ളിപുള്ളി തെറ്റാതെ ഞാൻ അഭിനയിച്ചോളാം. അഭിനയം പറഞ്ഞു തരാൻ തനിക്കറിയില്ലെന്ന് താൻ പറയില്ലല്ലോ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒന്നാമത് എൻ്റെ നായകൻ വളരെ സുന്ദരൻ. അതിനല്ലേ മേക്കപ്പ്. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടാ. മർലിൻ ബ്രാൻഡോ, അൽ പാച്ചിനോ, റോബർട്ട് ഡി നീറോ, ഡെൻസൽ വാഷിംഗ്ടൺ, ലോറൻസ് ഒലിവർ, പോൾ മുനി, ജാക്ക് നിക്കൽസൺ, ആന്റണി ഹോപ്കിൻസ്, സഞ്ജയ് കുമാർ, അശോക് കുമാർ, നസറുദ്ദീൻ ഷാ തുടങ്ങിയവർ അഭിനയിച്ച പടങ്ങൾ പോയി കാണാൻ. ഇല്ലെങ്കിൽ നാട്ടിൽ പോയി വേറെ എന്തെങ്കിലും ജോലി എടുത്ത് കുടുംബം പുലർത്താൻ നോക്ക്. ചാൻസ് ചോദിച്ചാണ്ടല്ലോ. ഞാൻ വിചാരിച്ചു പണം കൊടുക്കാനുള്ള വല്ലവരുമാണെന്ന്. ലാസ്റ്റ് പടം പൊട്ടി. കോമഡി ട്രെൻഡാണെന്ന് പറഞ്ഞ് എല്ലാ മിമിക്രിക്കാരും വെച്ചൊരു പടം എടുത്തു. ഇപ്പൊ കടക്കാരെ വിളിക്കുമ്പോ ഞാൻ മിമിക്രി കാണിക്കുക. സോനാബാലൻ ഇല്ലല്ലോ. ഭഗവാന്, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു വേഷത്തിന് വേണ്ടി ഞാൻ എത്ര തവണ സാറിന്റെ അടുത്ത് വന്നു. എന്നെ കൊല്ലാക്കൊല ചെയ്യാതെ രാജപ്പ. എന്റെ മിമിക്രി പടം പൊട്ടി. പുതിയതെന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വെച്ചാൽ നല്ലൊരു കഥ വേണ്ടേ, തിരക്കഥ വേണ്ടേ? மதராஸ் படம் அப்படியா? எந்திரன்ல அது கட்டு தானே. அது ரெண்டுமே தான். ஆனால் அது மദ്രാസ് പടം தான் ലാസ്റ്റ് വല്ലതും എടുക്കുകയാണെങ്കിൽ എൻ്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. പിന്നെന്താ, രാവിലെയും ഉച്ചക്കും രാത്രിയും അങ്ങനെ 3 നേരം ഓർമ്മിപ്പിച്ച പോരെ? ഗേറ്റിലൊരു ഗൂർക്കയെ നിർത്തിയ വഴിയുള്ളൂ. താൻ കണ്ടില്ലോടോ കിഴങ്ങൻ രാജപ്പൻ ഇങ്ങോട്ട് കയറി വരുന്നത്? ഇതുവരെ എന്റെ പേര് രാജപ്പൻ തെങ്ങുമൂട് എന്നായിരുന്നു. ഇന്നത് കിഴങ്ങൻ രാജപ്പൻ എന്നായി. അതെ, ഈ മരച്ചീനിക്ക് ഞങ്ങളുടെ നാട്ടിൽ കിഴങ്ങെന്നാ പറയുന്നത്. അത് ഞാൻ മേടിച്ച. അതൊന്നും സാരമല്ല സാറേ. എന്നോട് തിരക്കഥ ഞാൻ തന്നാൽ എന്നെ അതിൽ നായകനാണ്. ഉഗ്രം തിരക്കഥ എന്ന് പറഞ്ഞ ചെമ്മീന്റെ തിരക്കഥയോ അതോ മുറപ്പണ്ടിന്റെയോ? ഒരെണ്ണേക്കാനുള്ള വകുപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എടോ, പേരെടുത്ത തിരക്കഥാകൃത്തുകൾ വരെ പേനയും പൂട്ടി വെച്ച് ആകാശത്തേക്ക് നോക്കിയിരിക്കുക. ഈ അവസ്ഥയിൽ എന്ത് എഴുതണമെന്നറിയാതെ ഇരുട്ടി തപ്പുക. അപ്പോഴാ തന്റെ ഒരു രാജാ വണ്ടിയിട്. സാർ ഇതൊന്നും വായിക്കാനുള്ള സന്മനസ് കാണിക്കും. വണ്ടി വിടറോ? ഈശ്വര, ഒരു കാര്യം ചെയ്യ്. താനത് എപ്പോഴാണ് വെച്ചോണ്ട് അത് മതി. இடத்தோட்டு வெளியே போக மாட்டாங்க பொழுதுரா. ஐயோ, என்னாச்சு? ஸ்டோரி எடுத்துருப்பாருன்னு நீ ஏதோ பேசியிருந்தாருல. நல்ல ஒரு ஸ்டோரி. ஆகுங்கடா, திருட்டு வரைக்கும் வச்சுக்கிறேன். ஒரு லட்சம் தீபாவளி பரிசு. ஐயோ, நார்மலாகவே பேசியிருப்பாரு. இந்த ஓரத்தில் தானே எத்தாரு? ഞാൻ വിളിച്ചപ്പോൾ താൻ എന്തിനാ ഓടിയതാ? ആര് വിളിച്ചു? എപ്പോൾ വിളിച്ചു? രായപ്പ പൊട്ടങ്ങളി വേണ്ട. ഞാൻ വിളിച്ചു, താൻ എന്നെ കണ്ടു, മരണപ്രാളത്തിൽ ഓടുകയും ചെയ്തു. അതെന്തിനായിരുന്നു എനിക്ക് പറയണം. എന്തായിരുന്നു തൻ്റെ കയ്യിൽ ഒരു പൊതി? പൊതി കണ്ടു അല്ലേ? അപ്പോൾ താൻ എന്നെ കണ്ടു എന്നുള്ളത് നേരാ. പൊതി തുണിയായിരുന്നു, തേപ്പ് കടയിൽ കൊടുക്കാൻ. ഓടിയതും ശരിയാ. എൻ്റെ പഴയ മുറിയിൽ പൈപ്പ് പൊട്ടിയത് മാറ്റാൻ 100 രൂപ വാങ്ങിച്ച് മുങ്ങിയ പണ്ണീർ സെൽവം എന്നെ കണ്ടപ്പോൾ ഓടി. അവരെ പിടിക്കാൻ ഞാൻ ഓടി. പണ്ണീർ സെൽവം? ഏത് പണ്ണീർ സെൽവം? ഏതൊക്കെ പണ്ണീർ സെൽവത്തെ തനിക്കറിയാം? തന്നെ കണ്ടിട്ടാണ് ഞാൻ ഓടിയതെങ്കിൽ ഇപ്പോഴും ഞാൻ ഓടണ്ടേ? അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായത്. சூடா இருக்கும்ல. ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു.
ഞാനൊരു പ്രൊഡ്യൂസറെ ശരിയാക്കിയിട്ടുണ്ട്. ഇത്രയും കാശുകാരനാണ്, ആള് ഗൾഫിലാ. സാർ എനിക്ക് റോള് തന്നില്ലെങ്കിലും എന്നെ പറ്റി ഞാൻ അയാളോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? വല്ലാതെ പറഞ്ഞു. പൊക്കി അടിച്ചു. പക്ഷേ 6 മാസം വെയിറ്റ് ചെയ്യണം, അപ്പോഴേ അയാൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റൂ. ഞാൻ അടുത്ത ആഴ്ച എറണാകുളത്തേക്ക് പോവാ ബേബിക്കുട്ടനോട് കഥ പറയാൻ. അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ 2 മാസത്തിനകം ഞാൻ ഷൂട്ടിംഗ് തുടങ്ങും. പുതിയ വേണ്ട, ഞാനാ പറയുന്നത്. നന്നായിട്ട് പടമെടുക്കണമെങ്കിൽ ആവശ്യത്തിന് പണമുള്ള നിർമ്മാതാവിനെ കിട്ടണം. ബേബിക്കുട്ടൻ്റെ കയ്യിൽ ഒലക്കയായിരിക്കുന്നു. തനിക്ക് 6 മാസം ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്താ? അയാളുടെ പേരെന്താണെന്നറിയോ? ഫ്രാൻസിസ് കോലഞ്ചേരിക്കാരനാ. അതെ, താൻ പറയുന്ന ഈ പുളുകേട്ട് കാത്തിരിക്കാൻ തന്നെ പോലെ എൻ്റെ അപ്സ്റ്റെയർ വേക്കൻ്റ് അല്ല.